ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ടൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കാലാവസ്ഥ മാറ്റങ്ങളാണല്ലേ. അപ്പോൾ നേരം വെളുത്ത് കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും, കുറച്ച് കഴിയുമ്പോൾ വെയിലിറക്കും. അപ്പോൾ മോൾക്ക് സ്കൂളുള്ള ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. നല്ല റൈസിൻ്റെ റെസിപ്പി, നമ്മളെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താളി കേട്ടോ. അപ്പോൾ അതാ സമയം ഒരു 6 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അടുക്കളയിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പനിയേനും കേട്ടോ, നല്ല പനിയേനും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എനിക്കും മോക്കും കേട്ടോ. അപ്പോൾ മോളും ക്ലാസ് പോവല്ലേനും. അപ്പോൾ രണ്ടാളും പനിച്ചൊരു റൂമിൽ അവിടെ സൈഡായി പോയി കേട്ടോ. അപ്പോൾ ഋഷിക്ക കഞ്ഞി വെക്കലും നമ്മളെ ശുശ്രൂഷിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ദിവസങ്ങൾ അങ്ങനെ കടന്നു പോയി കേട്ടോ. അപ്പോൾ പിന്നെ പനിയൊക്കെ ഒന്ന് ചേഞ്ച് ആയതിനു ശേഷം മോള് പിന്നെ ക്ലാസ് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഒന്ന്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അടുക്കളയിലേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീടൊക്കെ ഒരു അലങ്കോലായി കിടന്നു. അതൊക്കെ ഒന്ന് നന്നാക്കലും പിടിക്കലൊക്കെ ആയിട്ട് 2-3 ദിവസം നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല റൈസിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് എന്താക്കുക, ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക. ഓവർ വെന്ത് പോകരുത്, ഓവർ വേവാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഈ പനി വന്നാൽ പെട്ടെന്ന് നമുക്ക് ശരീരത്തിലേക്ക് ആഞ്ഞു പിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് രക്തക്കുറവുള്ളത് കൊണ്ടാണെന്നാണ് ഡോക്ടർ പറയുന്നത് കേട്ടോ. രക്തക്കുറവ് ഉള്ള നമ്മളെ പോലുള്ള വീട്ടമ്മമാർക്കാണ് ഇതൊക്കെ അതിരൂക്ഷമായിട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ രക്തക്കുറവ് നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ മുരിങ്ങയിലൊക്കെ ഞാനല്ലേ കഴിക്കുന്നത്, പിന്നെ എന്താ രക്തക്കുറവ് വരാൻ കാരണം എന്നാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം പച്ചക്കറിയും പഴങ്ങളും മുത്താറിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഞാനിതാ കുറച്ച് പട്ടവെള്ളമാണ് കേട്ടോ, ജീരകം ഇല്ല അപ്പോൾ പട്ട ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കണേ. പട്ടവെള്ളം എന്തെങ്കിലും വെള്ളമൊക്കെ രാവിലെ കുടിക്കുമ്പോൾ ഒരു സുഖമാണ് അല്ലേ. നമുക്ക് ആദ്യം ഈ പനിക്ക് വരെ തൊണ്ടവേദന കേട്ടോ. തൊണ്ടവേദന വന്നതിന് ശേഷമാണ് പനി അങ്ങോട്ട് ആരംഭിക്കൽ. അപ്പോൾ അത് പനിയാണല്ലോ അതെന്ന് വിചാരിച്ചിട്ട് റഷീക്ക കുറച്ച് എന്താ പറയുക മാവില്ലേ, ഇഡ്ഡലി മാവും ദോശമാവും ഒന്നും തന്നെ കേട്ടോ. അങ്ങനത്തെ മാവും പിന്നെ ചപ്പാത്തി പകുതി വേവായിട്ടുള്ള ചപ്പാത്തിയിലെ ലൈറ്റിൻ്റെ അതും അങ്ങനെയുള്ളതൊക്കെ വാങ്ങി ഫ്രിഡ്ജ് കൊണ്ട് വെച്ചിട്ടാട്ടോ നമ്മളെ നോക്കിയത്. അപ്പം ഇന്ന് ആ മാവ് എടുത്തിട്ട് ദോശ ചുടാന്നാണ് വിചാരിക്കുന്നത്, മസാല ദോശ. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ പച്ചക്കറിയൊക്കെ ഒന്ന് ചിലവാവണമെങ്കിൽ ഒന്നിക്കാൻ മസാല ദോശ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ എന്ത് പച്ചക്കറി ഉണ്ടെങ്കിലും അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണ വെച്ച് ചീനച്ചട്ടിയിൽ വാടാൻ വേണ്ടി വെച്ചിരിക്കണം കേട്ടോ. കുറച്ച് എന്താ പറയുക ബീൻസും ഒക്കെ ഇട്ടിക്കണേ, ക്യാരറ്റും എല്ലാം ഇട്ടിട്ട് നന്നാക്കി നമുക്ക് അത് മസാല ആക്കിയാൽ അത് മതി കേട്ടോ. അപ്പോൾ എന്താ പറയുക ഇത് നല്ല മാവ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിന് മുന്നേ കുടുംബശ്രീക്കാർ തോന്നുന്നു കൊണ്ടുവന്നതിനും അതിൻ്റെ അത്ര എത്തൂല എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഓവർ ലൂസാക്കിയിട്ടില്ല കേട്ടോ മാവ്, അങ്ങനെ തന്നെ ആക്കാണ്. മസാല ദോശയൊക്കെ ഒന്ന് ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അത് ദോശയൊക്കെ ചുടാണെങ്കിൽ ഒരു എളുപ്പമുള്ള സിമ്പിളായിട്ടുള്ള പരിപാടിയായാലും അതിങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അടിച്ച് വെക്കുമ്പോൾ അതിൻ്റെ വില ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഇത് കടയിൽ നിന്ന് വാങ്ങുമ്പോഴാണ് വില മനസ്സിലാവുന്നത്. അപ്പോൾ നല്ലോണം മുരിഞ്ഞ ദോശ ആയി വന്നതിന് ശേഷം നമ്മളെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ബീറ്റ്റൂട്ടും ക്യാരറ്റും എല്ലാം ഇട്ടിക്കണം കേട്ടോ. അതാണ് അങ്ങനത്തെ ഒരു കളറ് വന്നത്. മല്ലിയിലൊക്കെ കുറച്ച് അധികം ഇട്ടാൽ ഏത് കഴിക്കാത്ത മക്കളും കഴിച്ചോളൂ കേട്ടോ. എന്നുവെച്ചാൽ മസാല ദോശ ആക്കുമ്പം നമ്മളെ പച്ചക്കറിയൊക്കെ ഒന്ന് കുത്തി ഒടിച്ച് അങ്ങോട്ട് മക്കൾക്ക് എടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആക്കി എടുക്കണം. അപ്പോൾ എന്ത് കഴിച്ചിട്ട് എനിക്കാണ് ബ്ലഡ് വെക്കാത്തത്, അതിനിപ്പോൾ എന്താ ചെയ്യാന്നുള്ളതാട്ടോ നോക്കുന്നത്. എന്താണെന്നുള്ളത് അറിയില്ല. ഇനി എന്തൊരു ടെസ്റ്റൊക്കെ ചെയ്തേക്കണ്, അത് റിസൾട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും ഒന്നും ഇല്ലാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പം മോള് എന്താ പറയുക അതൊക്കെ കഴിച്ചിട്ട് അതൊക്കെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആക്കിയെടുത്തതാണ്. അപ്പോൾ ഒരു 3 ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുത്തിട്ടോ. പിന്നെ നമ്മൾ അടുക്കളയിലേക്കുള്ള കാര്യങ്ങൾ ഉച്ചക്കത്തെ കാര്യങ്ങളല്ലേ അതൊക്കെ ഒന്ന് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് തീയൊക്കെ പിടിപ്പിച്ചെടുത്തിക്കണേ ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ആഗോലി മീൻ ഇപ്പോൾ സുലഭമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ കറി വെച്ചിട്ടില്ല കേട്ടോ, ഞാൻ ഇവിടെ പൊരിച്ചെടുത്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പൊരിച്ചിട്ട്, ചെറുതാണെങ്കിലും. അപ്പോൾ കുറച്ചൊന്ന് മുറിക്കാനൊരു കുറച്ചൊരു പാടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ ഇതിൻ്റെ കറുത്ത കളർ നല്ലോണം വരണ്ടി പോക്കണം, നല്ല നമുക്ക് മീൻ നല്ലൊരു മനസ്സിനൊരു സന്തോഷം കിട്ടുള്ളൂ കേട്ടോ കൂട്ടുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക കറുപ്പുണ്ട്, എന്നാലും പൊരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുത്ത് പിന്നെ അരി ഇടാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ മട്ടരിയാണ്, പവിഴം മട്ടരി കേട്ടോ വാങ്ങിയത്. അപ്പം അതൊന്ന് നല്ലോണം ചുടുവെള്ളം കൊണ്ടൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. അപ്പോൾ വീട്ടിലെ എന്താ പറയുക അകത്തുള്ള കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അരി ഇടാൻ വരും കേട്ടോ. തീയൊക്കെ പിടിപ്പിച്ച് നമ്മൾ അകത്തേക്ക് അങ്ങ് ഒരു പോക്ക് പോകട്ടോ. പോയി അവിടെയുള്ള അടുക്കലും പെറുക്കലും അടിക്കലും തുടയ്ക്കലും എല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ കഴിയും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അരി ഇട്ടിട്ട് പിന്നെ തുടക്കാനുള്ള ദിവസമാണെങ്കിൽ തുടക്കുക, പിന്നെ കറി വെക്കാനുള്ളത് അരിഞ്ഞെടുക്കുക, മീൻ മുറിക്കിയതൊക്കെ നമുക്ക് ഈ അത്യാവശ്യം വേവുള്ള അരിയാണെങ്കിൽ ആ അരി വേവുമ്പോഴേക്ക് അങ്ങനെയുള്ള അല്ലറ ചില്ലറ പരിപാടിയൊക്കെ തീർത്തെടുക്കാം കേട്ടോ.
അപ്പോൾ വീഡിയോ ഒന്നും ആരും ഇപ്പോൾ കാണുന്നില്ല കേട്ടോ, വളരെ വ്യൂസ് കുറവാണ് മൊത്തത്തിൽ കേട്ടോ. വലിയ വലിയ യൂട്യൂബർമാർക്കും ഇല്ല വ്യൂസ്. ഓരോ വ്യൂസ് നോക്കുമ്പോൾ നമുക്കൊക്കെ അപാര വ്യൂസാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓലൊക്കെ മില്യൺ കണക്കിന് വ്യൂസ് ഉള്ളവർക്കൊക്കെ ഇപ്പോൾ വളരെ വ്യൂസ് കുറവാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു സംഭവം തുടങ്ങിയിട്ടിട്ട് ഇനി അത് എവിടെ എത്താതെ പോകരുത് എന്നൊരു വാശി എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും അരിയൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അപ്പം അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടെ തീയൊക്കെ ഒന്ന് ഉഷാറാക്കി കത്തിച്ച് എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടിലെ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ, ഓരോ ദിവസം കടന്നു പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മീനൊക്കെ നന്നാക്കുന്നതിന് മുന്നേ തന്നെ എന്താക്കും, കുറച്ച് മീൻ പൊരിക്കാനാട്ടോ ആക്കുന്നത്. അപ്പോൾ അതിനുള്ള മസാലകളൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കും. അല്ലാണ്ട് നമ്മൾ മീൻ മുറിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം കൈ എത്ര സോപ്പിട്ട് എന്ന് പറഞ്ഞാലും ഒരു സ്മെല്ല് അവിടെ അവശേഷിക്കൂലേ. അപ്പോൾ എന്താണ്, നമ്മളിങ്ങനത്തെ കുപ്പിയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴുണ്ടല്ലോ മീൻ മണക്കൂട്ടോ, മൂടി അതെനിക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ എന്താക്കുക, നമ്മൾ മസാല ആദ്യം ആക്കി വെക്കുക. കുറച്ച് വെളുത്തുള്ളി നല്ലോണം ആ കല്ല് വെച്ച് ചതച്ചെടുത്തിട്ട് ഉപ്പും പെരുംജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഓയിലും കൂടെ ആക്കിയിട്ട് നമുക്ക് നന്നാക്കി ഒന്ന് പുരട്ടി വെക്കാം കേട്ടോ. മസാല ഇങ്ങനെ കുഴച്ച് അവിടെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് മീൻ മുറിക്കാൻ നിൽക്കുക. അപ്പോൾ അങ്ങനത്തെ കത്രിക ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ മീനൊക്കെ മുറിക്കുകയാണെങ്കിൽ സുഖമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ലോണം നീറ്റിൽ കിട്ടും കേട്ടോ. അല്ലാണ്ട് നമ്മൾ കത്തി കൊണ്ട് മുറിക്കുമ്പോൾ അത്ര ഒരു നീറ്റ് കിട്ടുമോ എന്ന് തോന്നണില്ല. അപ്പോൾ ഞാൻ ഒന്നും മുറിച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ അകത്തുനിന്ന് മുറിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് ഞാൻ മുറിച്ചത്. അപ്പോൾ ഇനി വെറുതെ ക്യാമറയും പിടിച്ച് പുറത്തേക്ക് പോകണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മൾ അകത്തുനിന്ന് തന്നെ മുറിക്കുക കേട്ടോ. അപ്പോൾ ഈ ആഗോലി മീനൊക്കെ മുറിക്കാൻ കത്രിക നല്ലതാട്ടോ. നമ്മൾ മാളിൽ പോയപ്പോൾ വാങ്ങിയതിന് ആദ്യത്തത് നമ്മളത് തുരുമ്പെടുത്ത് കേടന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് മുറിച്ചെടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ഫുൾ പരിപാടി നമ്മൾ കത്രി കൊണ്ട് കഴിക്കും. പിന്നെ മീൻ വരക്കിടാൻ കത്തി തന്നെ വേണം അല്ലേ. അപ്പോൾ അത് കത്തി വെച്ചിട്ട് നമ്മൾ ചെയ്താളൂ കേട്ടോ. അപ്പോൾ ആഗോലി മീൻ നന്നാക്കാൻ ഈ കത്രി കൊണ്ട് നന്നാക്കാൻ അറിയാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് നന്നാ പെട്ടെന്ന് ഞാൻ ഏത് വലിയ മീനും കത്രി കൊണ്ട് മുറിച്ച് കൊടുക്കും കേട്ടോ. എനിക്ക് സിമ്പിളാണ്. നമുക്ക് കൈ മുറിയും എന്നുള്ളൊരു പേടിയുണ്ടല്ലോ, അത് തീരെ വേണ്ട കേട്ടോ കത്രി കൊണ്ട് മുറിക്കുമ്പോൾ. പിന്നെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ആ കറുത്ത അവശിഷ്ടങ്ങളൊക്കെ പോക്കാൻ കത്തി തന്നെ വേണം കേട്ടോ. അത് പിന്നെ നമ്മൾ മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞ് കഴുകുമ്പോൾ മാത്രം കത്തി കൊണ്ടൊന്ന് ഉള്ളോട്ടെടുത്തിട്ട് പോക്കിയാൽ മതി. അപ്പോൾ സുഖമായിട്ട് പോകും കേട്ടോ. അപ്പോൾ അന്ന് മീൻ പൊരിച്ചതും കുറച്ച് പച്ചക്കറി ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. ഞാൻ പനി വരുന്നതിൻ്റെ 2-3 ദിവസം മുന്നേ വാങ്ങി വെച്ചതേനും. നമ്മൾ പാളയത്ത് പോയപ്പോഴേ പച്ചക്കറി പാളയത്ത് പോയപ്പം വാങ്ങിയതേനു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കത്രി കൊണ്ട് നമുക്ക് പോക്കാൻ കഴിയില്ല കേട്ടോ, കത്തി തന്നെ വേണം. അപ്പോൾ കത്തി എടുത്തിട്ട് പിന്നെ ഞാനൊക്കെ പോക്കിക്കണം കേട്ടോ. ആഗോലി മീൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, അത് നല്ലോണം പോക്കണം. അപ്പോൾ പച്ചക്കറി ഉണ്ട്, അപ്പം കുറച്ച് അവിയൽ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് പച്ചടി കേട്ടോ, മീൻ പൊരിച്ചതും കുറച്ച് ഉപ്പേരിയും. അതാണ് ഇന്നത്തെ ഫുഡ് കേട്ടോ. നമ്മൾ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര കഴിക്കും കേട്ടോ. ഭയങ്കര വിശപ്പാണ് കേട്ടോ ഈ പനി വന്നു പോയാൽ പിന്നെ. അപ്പം ഞാൻ മീനൊക്കെ മുറിച്ച് കഴുകി നമ്മളിതാ ഇതിലേക്ക് പുരട്ടിയൊക്കെ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ വെള്ളരി ഉണ്ട്, വെള്ളരി കൊണ്ട് പച്ചടി വെക്കാണ് കേട്ടോ. അപ്പോൾ പച്ചടി വെക്കാൻ വേണ്ടി കഷ്ണങ്ങൾ ആക്കിയിട്ട് കുക്കറിലിട്ട് ഞാൻ ഇങ്ങനെ കേട്ടോ വെക്കൽ, കുക്കറിലിട്ട് ഒരു 2 വിസിലിന് വേവിച്ചെടുക്കുക. നല്ല രസമാണ് കേട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. നല്ല അടിപൊളി പച്ചടി കഴിക്കും കേട്ടോ അത്. അപ്പം നല്ല വിശപ്പുള്ള സമയമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഒരു ദിവസം നമ്മൾ പുറത്ത് പോയിട്ടും ഭക്ഷണം കഴിച്ചിരുന്നു കേട്ടോ. വേറുള്ള ഒരാളുണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാട്ടോ ഞാൻ. മനസ്സിനിണങ്ങിയ ആളുണ്ടാക്കി വേണം കേട്ടോ. അപ്പോൾ അത് മീനൊക്കെ പൊരിക്കാനിട്ടേക്കണ്. അപ്പോൾ നമ്മൾ പച്ചടിയിലേക്ക് എന്തൊക്കെ തേങ്ങയിൽ കുറച്ച് കടുകും ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് കുറച്ച് കടുക് ഇട്ടിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് നമ്മൾ വെന്തയിലേക്ക് ഇട്ട് കൊടുക്കുക, അതേ ഉള്ള പരിപാടി. എന്നിട്ട് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇവിടെ പച്ചടി ഉണ്ടാക്കൽ. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂട്ടിയാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ പച്ചടിയിൽ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല കാന്താരി മുളകാട്ടോ ഞാൻ അരച്ചത്. കുറച്ച് കടുകും കൂട്ടി ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ടൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് തണിഞ്ഞതിന് ശേഷം നമ്മൾ മോരൊഴിച്ച് കൊടുക്കുക, അതേ ഉള്ളൂ പരിപാടി കേട്ടോ. അപ്പോൾ പച്ചടി റെഡിയാണ്. അതുകൊണ്ട് അവിയലും ആക്കിയിട്ടുണ്ട്. എല്ലാം കൂടെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കില്ല അല്ലേ. അപ്പോൾ വേണ്ട കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തതാണ്. അപ്പോൾ പച്ചടി റെഡിയാണ്. അതവിടെ മൂടിയൊക്കെ. പിന്നെ ഒരു വറവിടൽ ഞാൻ ചെയ്യലില്ല കേട്ടോ പച്ചടി. പ്രത്യേകിച്ച് ഇപ്പോൾ വെളിച്ചെണ്ണൻ്റെ വില കൊണ്ട് വറവിടലൊക്കെ കമ്മിയാണ്. അപ്പോൾ അതവിടെ മൂടി വെച്ച് പിന്നെ നമ്മൾ കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ഒരു 2.5 കോരി ചോറൊക്കെ എടുത്തേക്കണം കേട്ടോ. പിന്നെ അത് വാഴക്കപ്പേരിയാണ്. പിന്നെ അവിയലെടുത്തേക്കണ്, പച്ചടി മീൻ പൊരിച്ചൊക്കെ കൂട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. വീഡിയോ ഫുള്ളും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും മറന്നു പോവില്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യാനൊന്നും മറന്നു പോവില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.